ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് നാളായിട്ടോ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് പല സാഹചര്യങ്ങൾ കൊണ്ടും വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടിയിരുന്നില്ല. അപ്പോൾ പല കുട്ടികളും എനിക്ക് യൂട്യൂബ് കമൻസ് ആയിട്ടും ഇൻസ്റ്റാഗ്രാം മെയിലൊക്കെ ആയിട്ട് ഒരുപാട് ഡൗട്ട്സ് കമൻസ് ആയിട്ട് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളും ചോദിക്കുന്ന ഒരേ ഡൗട്ട് തന്നെയാണ്. എല്ലാ ഡൗട്ട്സിനും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഒരേപോലെ ചോദിച്ചിരിക്കുന്ന കമൻസിനൊക്കെ ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ വീഡിയോ ഇടാൻ വേണ്ടി തീരുമാനിച്ചത്. എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ നേഴ്സിങ്ങിൻ്റെ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞു ക്ലാസ് തുടങ്ങിയിട്ട്. അപ്പോൾ പല കുട്ടികളുടെയും ഒരു ഡൗട്ടാണ്, പലരും പറഞ്ഞു നേഴ്സിംഗ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല, ഓരോ സബ്ജക്റ്റും ഭയങ്കര ടഫാണ്, എങ്ങനെ പഠിക്കണം, എവിടുന്ന് തുടങ്ങണം, എന്തൊക്കെ ചെയ്യണം എന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല, ഭയങ്കര ടെൻഷനാണ്, ഡിസ്കണ്ടിന്യൂ ചെയ്തു പോയാലോ എന്നിവർ വിചാരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പല കുട്ടികളും മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ നേഴ്സിംഗ് കോഴ്സ് തിരഞ്ഞെടുത്ത് അത് പഠിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ പുതിയൊരു കോളേജ്, പുതിയ ടീച്ചേഴ്സ്, പുതിയ ഫ്രണ്ട്സ്, പുതിയ സബ്ജക്റ്റുകൾ എല്ലാം പുതിയ കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാകും നമ്മൾ ആ പുതിയൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ പുതിയ സബ്ജക്റ്റുകൾ പരിചയപ്പെടുമ്പോൾ. നമ്മൾ +2 വരെ പഠിച്ച ആ ഒരു കാര്യമോ അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറോ ഒന്നുമല്ല പുതിയൊരു കോഴ്സ് എടുത്ത് നമ്മൾ അവിടെ ചെന്ന് പഠിക്കുമ്പോഴും. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട, എല്ലാവർക്കും പഠിച്ച് പാസ്സാകാൻ പറ്റും. പല കുട്ടികളും ചോദിച്ചു, ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് നേഴ്സിംഗ് പഠിച്ച് പാസ്സാകാൻ പറ്റുമോ എന്ന്. തീർച്ചയായിട്ടും പഠിച്ച് പാസ്സാകാനായിട്ട് പറ്റും. നമ്മൾ കുറച്ച് ഹാർഡ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് പാസ്സാകാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം 4 വർഷമാണ് നേഴ്സിംഗ് ഉള്ളത്. ഇപ്പോൾ അത് സെമസ്റ്റർ സിസ്റ്റം ആക്കി. ഞാൻ പഠിച്ച സമയത്ത് ഇയർലി ആയിരുന്നു എക്സാം വരുന്നത്, 4 വർഷമായിരുന്നു. അപ്പോൾ ഓരോ ഇയറിലും നമുക്ക് വരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, എന്തിൻ്റെയൊക്കെ എക്സാമുകൾ, തിയറി എക്സാം ഏതൊക്കെയാണ്, പ്രാക്ടിക്കൽ എക്സാം ഏതൊക്കെയാണ് എന്ന് ഓൾറെഡി ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോകൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓരോ സെമസ്റ്ററിലും ഏതൊക്കെ സബ്ജക്റ്റാണ്, ഏതൊക്കെ എക്സാമുകൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എക്സാം ടിപ്പുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ പല വീഡിയോസും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഇനി ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോകണോ, എന്നെക്കൊണ്ട് പഠിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്, അവരെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. എങ്കിലും ഒരു ആവറേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻസൊക്കെ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഇപ്പോൾ യൂണിറ്റ് ടെസ്റ്റൊക്കെ ഇടുമ്പോഴും എനിക്ക് നല്ല സ്കോർ നേടാൻ സാധിക്കുന്നില്ല, ഇനി ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ബുക്സാണ് റെഫർ ചെയ്യേണ്ടത് എന്നൊക്കെ പല കുട്ടികളും ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഈ വീഡിയോ ഉപകാരപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത്, ഇനി എനിക്ക് പഠിച്ച് പാസ്സാക്കാൻ പറ്റുമോ എന്ന് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന കുട്ടികൾ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്, എന്നാൽ ഒരുപാട് പ്രാവശ്യം വായിച്ച് അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം എഴുതി കഴിഞ്ഞാലാണ് പഠിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കുറച്ച് എഫേർട്ടും കൂടി എടുത്ത് കൂടുതൽ സമയം പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ സമയം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 9ഓളം സബ്ജക്റ്റുകളുണ്ട്. ഞാൻ ഓൾറെഡി ഏതൊക്കെ സബ്ജക്റ്റുകളാണെന്ന് പ്രീവിയസ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ സബ്ജക്റ്റും നമുക്കറിയാം, ഓരോ കുട്ടികൾക്കും ഓരോ സബ്ജക്റ്റുകളായിരിക്കും ടഫായിട്ടുള്ളതും എളുപ്പമായിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറാണ്, ബാക്കി എല്ലാ ഇയറുകളെയും വെച്ച് ഫസ്റ്റ് ഇയറാണ് നമുക്ക് കൂടുതൽ ടഫായിട്ട് വരുന്നത്. ഫസ്റ്റ് ഇയറിൽ അനാട്ടമി, മൈക്രോബയോളജി, സൈക്കോളജി ഈ സബ്ജക്റ്റുകളൊക്കെ ആയിരിക്കും ഒട്ടുമിക്ക കുട്ടികളും ടഫാണെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ ടഫായിട്ട് തോന്നുന്നത് ആ സബ്ജക്റ്റ് കൂടുതൽ ടൈം എടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അറിയത്തില്ലാത്ത കാര്യങ്ങൾ കൂട്ടുകാരോട് ചോദിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ചാൽ, ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ, എല്ലാവർക്കും ഇത് ഓക്കെ ആകണമെന്നില്ല, പക്ഷെ ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ആ ഗ്രൂപ്പിലുള്ള ആ ഫ്രണ്ട്സിനോട് തന്നെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ നമുക്ക് എക്സാം വരുന്ന സമയത്തൊക്കെ എല്ലാം ഇപ്പോൾ നേഴ്സിങ്ങിൻ്റെ ടെക്സ്റ്റ് ഫുള്ള് നമുക്ക് വായിച്ച് പഠിക്കാനുള്ള സമയം കിട്ടിയെന്ന് വരത്തില്ല, സമയം കിട്ടത്തില്ല. അപ്പോൾ നമുക്ക്
ഓരോന്നിൻ്റെയും ഇപ്പം മലയാളം മീഡിയത്തിൽ നിന്നൊക്കെ പഠിച്ച് വന്ന കുട്ടികൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ആ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാകണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ളവരോട്, നിങ്ങളുടെ ആ ഗ്രൂപ്പിലുള്ള ഫ്രണ്ട്സിനോട് നിങ്ങൾക്ക് ചോദിക്കാം, ഇതിൻ്റെ അർത്ഥം ഒന്ന് മലയാളത്തിൽ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ച് അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ വർഷം കുറച്ച് ടഫാണ് എങ്കിലും നമ്മൾ നല്ല ഹാർഡ് വർക്കും അതോടൊപ്പം തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് പാസ്സാകാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ലൈബ്രറിയിൽ പോയി ടെക്സ്റ്റൊക്കെ റെഫർ ചെയ്ത് പഠിക്കുക. പിന്നെ പല കുട്ടികളും ചോദിച്ചു നമുക്ക് പഠിക്കുമ്പോൾ നോട്ട്സ് തരാറുണ്ടോ എന്ന്. അതൊക്കെ ഓരോ കോളേജിനെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഞങ്ങളുടെ കോളേജിലാണ് ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് എല്ലാ സബ്ജക്റ്റുകൾക്കും തന്നെ നോട്ട്സ് തരുമായിരുന്നു. അതുകൊണ്ട് തന്നെ വേറൊരു ബുക്സ് റെഫർ ചെയ്ത് നോട്ടുണ്ടാക്കി പഠിക്കേണ്ട ഒരു ആവശ്യമേ ഞങ്ങൾക്ക് വന്നിട്ടില്ല. എല്ലാം തന്നെ ഞങ്ങൾക്ക് നോട്ട് പറഞ്ഞു തരുമായിരുന്നു. പല കോളേജുകളിലും ഡിഫറൻ്റ് ആട്ടോ. ചില കോളേജുകളിൽ നോട്ട്സ് തരാം, ചില കോളേജുകളിൽ നോട്ട്സ് തരത്തില്ല. അപ്പോൾ നോട്ട്സ് തരാറില്ലാത്ത കോളേജുകളിലെ കുട്ടികൾ നിങ്ങൾ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. പല ബുക്സ് ലൈബ്രറിയിൽ നിന്നും അതുപോലെ തന്നെ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ വാങ്ങി നിങ്ങൾ ബുക്സ് റെഫർ ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുക. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്, എന്തൊക്കെ ടിപ്സാണ് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. എക്സാമിൻ്റെ സമയത്ത് എങ്ങനെയാണ് പ്രിപ്പയർ ആവേണ്ടത് എന്നുള്ള കാര്യങ്ങളും ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ ഡൗട്ടാണ് ഫസ്റ്റ് ഇയറിൽ നമുക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുമെന്നും. ഫസ്റ്റ് ഇയറിൽ നമുക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഉണ്ടായിരിക്കും. ക്ലിനിക്കൽ പോസ്റ്റിങ്ങിൻ്റെ സമയത്താണ് നമുക്ക് വൈറ്റ് കോട്ട് കിട്ടുന്നത്. അത് പല കുട്ടികളുടെയും ഡൗട്ടാണ്. എപ്പോഴാണ് വൈറ്റ് കോട്ട് കിട്ടുന്നത്, എവിടെയാണ് ആ കോട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ. വൈറ്റ് കോട്ട് കിട്ടുന്നത് നമുക്ക് ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് പോകുന്ന സമയത്താണ്. അപ്പോൾ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് പോകുമ്പോൾ നമ്മൾ വൈറ്റ് കോട്ടാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തിയറി ക്ലാസ്സിന് പോകുമ്പോൾ വേറെ യൂണിഫോം ആയിരിക്കും, ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് പോകുമ്പോൾ വേറെ യൂണിഫോം ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് യൂണിഫോമും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ പല കുട്ടികളുടെയും ഒരു സംശയമാണ് ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്ന്. ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് പോകുമ്പോൾ നമുക്കൊരു പോക്കറ്റ് ആർട്ടിക്കിൾസ് ഉണ്ട്. ആ പോക്കറ്റ് ആർട്ടിക്കിൾസിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നതിനെ പറ്റി ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പോക്കറ്റ് ആർട്ടിക്കിൾസ് നമ്മൾ കൊണ്ടുപോകണം. അതുപോലെ തന്നെ സ്റ്റെത്തിൻ്റെ കാര്യം പല കുട്ടികളും ചോദിച്ചൊരു കാര്യമാണ്, സ്റ്റെത്ത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്ക് സ്റ്റെത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണോ എന്നൊക്കെ. നമുക്ക് സ്റ്റെത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾക്കൊക്കെ കോളേജിൽ നിന്നാണ് സ്റ്റെത്ത് തന്നത്, യൂണിഫോമിൻ്റെ കൂടെ കിട്ടിയതാണ് സ്റ്റെത്ത്. അപ്പോൾ സ്റ്റെത്ത് നമ്മൾ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് പോകുമ്പോൾ നമ്മുടെ പോക്കറ്റിൽ ഉണ്ടായിരിക്കണം സ്റ്റെത്ത്. നമുക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യാനും BP ചെക്ക് ചെയ്യാനൊക്കെ നമ്മുടെ സ്റ്റെത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മൾ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് പോകുമ്പോൾ സ്റ്റെത്ത് യൂസ് ചെയ്യണം. ഇനി പഠിക്കാൻ നല്ല ടഫായിട്ടുള്ള കുട്ടികൾ, നിങ്ങൾ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക. നന്നായിട്ട് അറിയാവുന്ന കുട്ടികൾ ചിലപ്പോൾ 7 മണിക്കും 6 മണിക്കൊക്കെ ആയിരിക്കും എഴുന്നേൽക്കുന്നത്. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടി നേരത്തെ എണീക്കുക. 4 മണിക്കോ 5 മണിക്കോ ഒക്കെ എഴുന്നേറ്റ് കൂടുതൽ ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആദ്യം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. രാത്രി ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുന്നേക്കാൾ നല്ലത് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ടഫായിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ നേരത്തെ എഴുന്നേറ്റിരുന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ നേഴ്സിംഗ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യണോ അതോ ഡിസ്കണ്ടിന്യൂ ചെയ്യണോ എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന കുട്ടികളെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പഠിച്ച് പാസ്സാക്കാൻ പറ്റും. നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഇനി നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ നിങ്ങളുടെ ബാച്ചിൽ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ ആവറേജ് ഉള്ള കുട്ടികളെ അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയ കുട്ടികളെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുക. അവർക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് അവരെയും കൂടി എക്സാമിന് എങ്ങനെയും പാസ്സാക്കാൻ വേണ്ടി നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്യുക. കാരണം അവർ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഇമോഷണലി ഒരുപാട് ഡിപ്രഷനായിട്ടിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എങ്ങനെ പഠിക്കണമെന്ന് അറിയത്തില്ല, എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ നിങ്ങളുടെ ബാച്ചിലുണ്ടെങ്കിൽ, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ, അവരെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൂട്ടിക്കൊണ്ടുവരിക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക. താങ്ക്